സമൂഹ മാധ്യമങ്ങളിലെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളും ഇതര സംസ്ഥാനക്കാരുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ മലയാളികളും തട്ടിപ്പ് രംഗത്തേക്ക് സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച് 2 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേർ അറസ്റ്റിലായി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷമായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നല്ലളം സ്വദേശി സാദിഖ്, തൊടുപുഴ സ്വദേശി ഷെഫീഖ്, വടകര സ്വദേശി സാദിഖ്, തൃശൂർ പൂക്കോട് സ്വദേശി നന്ദുകൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പരാതിക്കാരനെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം ഓഹരി വിപണിയിൽ ലാഭം നേടുന്നതിന് സഹായകരമായ രീതിയിൽ ഉപദേശം നൽകി വിശ്വാസമാർജിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിനായി നിർമ്മല ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ മാസം പരാതിക്കാരനിൽ നിന്ന് 2 കോടി രൂപ തട്ടിയെടുത്തത്. കംബോഡിയയിലെ കോൾ സെന്റർ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. വിവിധ ദേശസാൽകൃത ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലൂടെയാണ് തുക കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തി. മലയാളികളായ ചിലർ തട്ടിപ്പുകാരുമായി കമ്മീഷൻ തുക പറഞ്ഞുറപ്പിച്ച് സ്വന്തം ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകുന്നതായും അക്കൗണ്ടിൽ വരുന്ന പണം പിൻവലിച്ച് കമ്മീഷൻ തുകയെടുത്ത ശേഷം ബാക്കി പണം ഏജന്റ് മുഖേന കൈമാറുന്നതായും കണ്ടെത്തി. ചില അക്കൗണ്ട് ഉടമസ്ഥർ പണം കൈപ്പറ്റി സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്ത സിം കാർഡും വിൽപ്പന നടത്തുന്നതായും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം.